നമ്മുടെ ചാനൽ. അപ്പൊ നമ്മുടെ അടുത്തൊരു വീഡിയോക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ പൂണക്ക് കുറേ ദിവസം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ എടുക്കുന്നത്. പൂണക്ക് എന്താ പറഞ്ഞിരുന്നു കുറേ ദിവസമായിട്ട് ബുക്കൊക്കെ മേടിക്കുന്ന വീഡിയോ എടുക്കണമെന്ന്. അപ്പം എല്ലാം മേടിച്ച് കഴിഞ്ഞത് ഇന്നാണ് കേട്ടോ. കുട്ടിക്ക് ഇത്ര ദിവസം പഴയതുണ്ടായിരുന്നു, ഇപ്പഴാ പുതിയതായി. ആരെ തന്നു കുണിക്ക്? ചേച്ചിക്ക് പിന്നെ ഒരു വേണം വേണ്ടിച്ചിട്ട് അവിടെ കൂടി ഞൊറിഞ്ഞൊരു റബ്ബറും ഉണ്ടാവും. എന്ത് ഇതൊക്കെ കുടക്കനും കുണിക്കും നമുക്ക് നമ്മുടെ ചേച്ചി ഗിഫ്റ്റ് കൊടുത്താണ് കേട്ടോ. വാട്ടർ ബോട്ടിലാണ്ട് വെള്ളം കൊണ്ടുപോയില്ലേ സ്കൂളിൽ പോകുമ്പോ? പറയുമ്പോ വിഷമമുണ്ടോ? എന്ത് അന്നത്തെ കാലം ഇന്നത്തെ കാലം നോക്കപ്പോഴേ കൊറേ പഠിപ്പ് പഠിക്കണ്ടേ, നമ്മള് പഠിക്കാനുള്ള ബുദ്ധി വേണ്ടേ? ഞാൻ സത്യം പറഞ്ഞ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു അച്ഛൻ. ഇത് ഇവര് കാലഘട്ടങ്ങളിലെ മാറ്റാണ്. 12 SLC കഴിയുമ്പോഴാണ് തോന്നുന്നു ഞാൻ ജനിക്കണതാണ് ഈ ഭൂമിയില്. അപ്പൊ അതിന്റെ ഒരു മാറ്റം പോവാൻ, അപ്പൊ അതിന്റെ ഒരു മാറ്റം ഉണ്ടല്ലോ. അപ്പൊ എന്നെ സംബന്ധിച്ച് എന്റെ അച്ഛന് നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പക്ഷെ ഇങ്ങനത്തെ ഒരു കൗതുകവും കാര്യങ്ങളോ ഒന്നും എന്റെ ലൈഫിൽ ഉണ്ടായിട്ടാണ്. എന്താ വെച്ചാൽ നമ്മള് ബാഗ് ഇങ്ങനെ അറിയും, ബാഗ് മേടിച്ച് പുതിയതിൽ തന്നെ മേടിച്ചു അപ്പൊ ബാഗ് പകുതിക്ക് വെച്ചിട്ട് കേടാവാ. ചിലപ്പോ കഴിഞ്ഞ കാലത്തെ ബാഗ് നമ്മൾ യൂസ് ചെയ്യാം. അതിന്റെ ഇടയിൽ കുണുക്കമ്മ വന്നപ്പോ ഞാൻ കട്ട് ചെയ്താട്ടാ. അപ്പൊ ഞാന് സ്കൂളിലേക്ക് നമ്മൾ പോകുമ്പോ കഴിഞ്ഞ കാലത്തെ ബാഗൊക്കെ കൊണ്ടുണ്ടാവും. ആ കഴിഞ്ഞ കാലത്തെ ബാഗൊക്കെ ഉണ്ടാവും. അതും രണ്ട് ബുക്കും പിടിച്ചേക്ക് ചോറും പാത്രം. അയ്യോ അത് വേണം. മുതിരപ്പേര് സ്പെഷ്യല്. അച്ഛൻ ഇങ്ങനെ സ്കൂളിൽ പോയത് നിങ്ങൾ കാണണ്ടേ? നിങ്ങൾക്ക് ഈ ബാഗ് അച്ഛൻ സ്കൂളിലേക്ക് ഇങ്ങനെയാ പോയിരുന്നു. ഇതാണ് ഇതിന്റെ റബ്ബർ ചെറ്റിട്ടോ. അതായത് ചോറ് മാത്രം ഇങ്ങനെ തന്നെ പിടിക്കണം. വീണ കറിച്ച മുതലയുടെ വെള്ളം പോയി, മുതലയുടെ വെള്ളം പോകാതിരിക്കാൻ വേണ്ടിട്ടാ അത്. ശരി, ഞാൻ മുതലയുടെ വെള്ളം ബസ്സിലൊക്കെ അങ്ങനെ കൈകാര്യം ചെയ്ത് പിടിച്ച് ഭയങ്കര അഭ്യസിയായിരുന്നു. പിന്നെ സീറ്റ് കിട്ടിയാൽ രക്ഷപ്പെട്ടു. ഇങ്ങനെ ഇരിക്കും. എന്താ വെച്ചാ മെയിനായിട്ട് മുതലയുടെ വെള്ളം പോകാറുണ്ട്. ഇപ്പൊ നിങ്ങള് കാറില് പോകണ്ടല്ലോ. ഞങ്ങളുടെ കുട്ടികൾക്ക് ഞങ്ങക്ക് കാറൊന്നുമില്ല വീട്ടില് സ്വന്തമായിട്ട്. അപ്പൊ നിങ്ങക്ക് നിങ്ങൾ വീണ്ടും പറ്റുന്ന കാറിൽ കയറണു, കറങ്ങണു പോണു. ഞങ്ങൾക്ക് അതൊന്നുമില്ല. ഞങ്ങൾ ബസ് കയറിട്ടാണ് ഞങ്ങൾക്ക് പോണെങ്കിൽ ബസ് കയറുന്ന സ്ഥലത്ത് ഇറങ്ങണു, കൊറേ സാധനം മേടിക്കണം, നടന്ന് മേടിക്കണം. അപ്പൊ നമ്മളല്ലേ ലൈഫില് ഏറ്റവും വലിയ ഭാഗ്യമുള്ള കാലഘട്ടങ്ങളിലൂടെയാണ് എന്റെ കുണുക്കുമാരും കുണിക്കുമ്പോഴും പോണ്. ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ ഇങ്ങനെ മാസത്തില് ചെരുപ്പ് മാറ്റി മേടിക്കുന്നു. നിങ്ങളൊക്കെ മാസത്തില് ചെരുപ്പ് മാറ്റാൻ പറയല്ലോ. ഞാന് 18 വയസ്സായിട്ടാണ് ഞാൻ സ്ലിപ്പർ ഇട്ടത്. അച്ഛൻ വലിയ ചെക്കനായതിന്റെ ശേഷമാണ് അച്ഛന് ചെരുപ്പനെ സ്കൂളിൽ പോകുമ്പോ ചെരുപ്പില്ല, ഒന്നുമില്ല. എവിടെ പോകുമ്പോഴും ചെരുപ്പൊന്നുമില്ല. 18 വയസ്സാകുമ്പോഴാണ് മണ്ണും കൂടെ നടക്കും, മണ്ണും കൂടെയും കല്ലും കൂടെ ഒക്കെ നടക്കും. അച്ഛന് കരച്ചില് വരില്ല, ചെറുതായിട്ട് വരും. 18 വയസ്സായിപ്പോ അബദ്ധത്തില് കയറിയതാ. അതായത് നമ്മളന്ന് പെട്ടിക്കട നടത്തുന്ന സമയത്ത് ചെരുപ്പ് മേടിച്ചോളാൻ പറഞ്ഞു രാജേട്ടൻ. ചെരുപ്പ് എല്ലാരും ചെരുപ്പ് ഇറക്കും. പിന്നോട് ഞാൻ രാജേട്ടനൊരു വിഷമമായിട്ട് പറഞ്ഞു ചെരുപ്പ് മേടിച്ചു പറഞ്ഞു. നമ്മക്കറിയില്ല ബാറ്റ ആരാന്നുള്ളത്. നേരെ കേറി കൊടുത്തു ബാറ്റയുടെ ചെരുപ്പ് മേടിക്കാൻ. എത്ര 20 ഉറുപ്പിന്റെ തന്നിട്ട് പോടും. 20 ഉറുപ്പി ഉണ്ടാവില്ല അന്ന്. 19 രൂപ. ബാറ്റയുടെ ചെരുപ്പിന് അന്ന് റേറ്റ് ഉണ്ട്. അവിടെ പോയി കാലഘട്ടത്തിലെ റേറ്റ്. അപ്പൊ അവിടെ പോയപ്പോ കൊണ്ട്
റേറ്റ് പറഞ്ഞപ്പോ തന്ന കാശായിട്ട് ഇങ്ങോട്ട് പോന്നു. അപ്പൊ എന്താ ചോദിച്ചു, അല്ല ചെരുപ്പേ എവിടെ പോയി നീയേ ബാറ്റട ഈ കടയിലേക്കാ പോയി, അവിടെ റേറ്റ് കൂടുതലാ, പിന്നെ എടുക്കാന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ നിന്നിട്ട് പോകും. ഒരു അന്തക്കാലം എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ രാജേട്ടൻ തന്നെ മേടിച്ചത് ലൂണറല്ല ഏതോ അല്ല അന്ന് ലൂണറാ തോന്നുന്നു. ബാറ്റക്കാരായിട്ട് നമ്മൾ ടച്ചായില്ല. കണ്ണൊക്കെ നിറഞ്ഞല്ലോ. ആ ഇപ്പൊ ഇവരിങ്ങനെ മാസത്തില് ചെരുപ്പ് എന്നൊക്കെ പറയുമ്പോഴേ ചേട്ടാ എന്റെ കഥ പറഞ്ഞപ്പോ സത്യം പറഞ്ഞ എനിക്ക് കണ്ണൊക്കെ ഒന്ന് അറിഞ്ഞോട്ട് ഞാൻ ഫോൺ കട്ട് ചെയ്തു. നമുക്ക് ജസ്റ്റ് ഒന്ന് വിഷമായി. പിന്നെ ഒരു കാര്യം, ഇന്നും അനിയുടെ അച്ഛൻ ചെരുപ്പിടാണ് നടക്കുന്നത് അല്ലേ? അച്ഛൻ്റെ മകനല്ലേ, 98 വയസ്സായ അച്ഛൻ ഇന്നും പറമ്പിലും പാടത്തും ഒക്കെ ചെരുപ്പിടാണ് നടക്കുന്നത്. നമുക്ക് വീണ്ടും മുറ്റത്ത് പോലെ ഇറങ്ങാൻ പറ്റാത്ത സമയത്ത് അച്ഛൻ അത് അപ്പൊ ആ അച്ഛൻ്റെ മകനല്ല. അപ്പൊ അത് അനിയാണ് പെട്ടെന്ന് ഇവരിങ്ങനെ ഇത്രയും അല്ലേ. പിന്നെ ഒരു കാര്യം, ഇതിപ്പോ നമുക്ക് അവര് ശരിക്കും ഒരു അമ്മയുടെ സ്ഥാനമുള്ള ഒരാള് അവർക്കായിട്ട് ഞങ്ങൾക്ക് പറയണ ഞങ്ങളുടെ ഒരു മാതാവാണ്, ചെറുതായിട്ടാണ് ഞങ്ങളുടെ മാതാവാണ്. ആ ചേച്ചി എൻ്റെ മക്കൾക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്തതാണ്. ഒത്തിരി സന്തോഷം അത് കാണുമ്പോൾ, നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷമുണ്ട്. എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ അച്ഛൻ കാശ് ഉണ്ടെങ്കിലും കാര്യമുണ്ടെങ്കിലും എനിക്ക് ഈ ബാഗ് നമ്മൾ കൊണ്ടുപോയി ഒരു കൊല്ലം കഴിഞ്ഞ കൊല്ലത്തെ കൊണ്ടുപോകും. പകുതിക്ക് വെച്ചിട്ട് ഇപ്പോൾ സ്കൂൾ പൂട്ടണോട് കൂടിയിട്ടാവും ബാഗ് കീറും കാരണം ചെയ്യും. സ്കൂൾ പൂട്ടാൻ 2 മാസമൊക്കെ ഉള്ളപ്പോൾ അപ്പോൾ കീറിയ ബാഗ് കൊണ്ടുപോകുമ്പോൾ ഒരു ബാഗ് മേടിച്ചിരും. പിന്നെ അടുത്തോളം പഴയത് അങ്ങനെ പുതിയത് ചിലപ്പോൾ കിട്ടും, ഒക്കെ ദൈവമായി. പിന്നെ ചിലപ്പോൾ ഞാൻ 4 പെൺകുട്ടികളല്ലേ, അപ്പോൾ ചേച്ചിയുടെ ഞാൻ കൊണ്ടുപോകും, എൻ്റെ ചേച്ചി കൊണ്ടുപോകും, ആരുടെ ചിലപ്പോൾ ചേച്ചിക്ക് ഒരാൾക്ക് മേടിച്ചിട്ട്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറയും, ചിലപ്പോൾ ആൾക്കാർക്ക് പറയും നിങ്ങളുടെ മക്കളെ തന്നെ ഭയങ്കര ഇതായിട്ടാണ് വളർത്തുന്നത്, അതൊക്കെ പറയുന്നുണ്ടാവും. പക്ഷേ ഞങ്ങൾ അവരെ ആഗ്രഹങ്ങൾ മേടിച്ചോണ്ട് നമുക്ക് ലൈഫിൽ നടക്കാത്ത കാര്യം നമ്മുടെ മക്കളിൽ ചെയ്യുമ്പോഴല്ലേ നമ്മൾ ഏറ്റവും വലിയ അല്ല ചേട്ടാ. ഇന്നിപ്പോ എൻ്റെ അനിയേട്ടൻ കരയരുത്, നാളെ ഞങ്ങളുടെ മക്കള് കരയരുത്. എല്ലാം കാട്ടുകൊടുക്കും നമ്മള്. നമ്മൾ കലണ്ടർ പഴയ കലണ്ടർ ഉണ്ടായ സുഖായി. പിന്നെ അല്ല സിനിമയുടെ പോസ്റ്റല്ലേ അത് തിരിച്ചു പോതി, അപ്പൊ പശയൊക്കെ ചട്ടി കളഞ്ഞു സെറ്റപ്പാണ്. ഇതൊക്കെ ഒരു കാലഘട്ടം നമ്മുടെ ലൈഫിലുണ്ടെങ്കിലും നമ്മുടെ മക്കളിൽ നിന്ന് എല്ലാം ഭാഗ്യങ്ങളോട് കൂടിയിട്ടാണ് അവർ. ഇനി ദൈവത്തിനോടും മാതാവിനോടും ഞങ്ങളിപ്പോൾ ദൈവത്തിനോട് ഇപ്പോൾ എത്ര വർഷത്തെ ഞാൻ ജീവിതത്തിന് ഇനി ഞങ്ങളുടെ പ്രാർത്ഥനയും ഇതും ഞങ്ങളുടെ 2 മക്കൾ നല്ല പഠിച്ച് നല്ല നിലയ്ക്ക് അവർ എത്തണം എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. ഞങ്ങൾക്ക് ഇനി ഞങ്ങളുടെ വയസ്സാം കാലത്ത് ഞങ്ങൾക്ക് അവരെങ്കിലും വേണ്ടല്ല കേട്ടോ. ആ പ്രതീക്ഷകളും ആഗ്രഹങ്ങളല്ല, എന്നാലും നമ്മൾ ആഗ്രഹിച്ചു വേണം അവരെങ്കിലും നമുക്ക് അവരുടെ കാര്യങ്ങൾ ഭംഗി പോലെ നടത്താൻ. ഞാൻ പറഞ്ഞേ എന്നെ സംബന്ധിച്ച് ഞാൻ ഇതൊക്കെ കാട്ടില്ല കൈ കടയാം. അപ്പോൾ ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഒരുപാട് ഐറ്റംസുകളുണ്ട്, കാണിച്ചു തരാം. അപ്പോൾ ഈ ഐറ്റംസുകൾ ഒരുപാടുണ്ട് കേട്ടോ, ഒരുപാടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ പെട്ടെന്ന് കുറേ ആയിട്ട് തോന്നുന്നില്ലേ, അത് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ തന്നെയാണ് കേട്ടോ. അങ്ങനെ അപ്പൊ ഇത് പലർക്കും ഞാൻ കൂടുതലായിട്ടാണ് കുറവായിട്ടാണ്. അവനവന്റെ മക്കളുടെ കാര്യത്തിൽ എല്ലാം അച്ഛനും അമ്മമാരും അവരെ ഏറ്റവും ബെസ്റ്റ് എന്ന് ഞാൻ ചിന്തിക്കല്ലേ. അപ്പൊ ഞങ്ങള് സത്യം പറഞ്ഞാൽ ഞങ്ങളിതൊക്കെ മേടിക്കാനുള്ള എല്ലാ പരിപാടികളിലായിരുന്നു. പക്ഷെ നമുക്ക് അപ്പോഴേക്കും നമുക്ക് ഇതൊക്കെ ഇച്ചിരി ഗിഫ്റ്റ് ആയിട്ട് അപ്പൊ ഞങ്ങള് ചേച്ചി ഞങ്ങൾക്ക് ഗിഫ്റ്റ് തന്ന പോലെ നമുക്ക് പറ്റുന്നവർക്ക് നമ്മളും അല്ലേ ചെറിയ ചെറിയ നിലയ്ക്ക് നമ്മളും പഠിക്കുന്നവർക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മളും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ആദ്യം തന്നെ ഞാൻ പുസ്തകങ്ങളാണ് കേട്ടോ, കുറച്ച് പുസ്തകങ്ങളൊക്കെ ഇവർക്ക് 2 ആൾക്കാർക്കുള്ള ടെസ്റ്റുകള് നോട്ടുകള്
2 വര 4 അല്ല, ഇവരുടെ ബുക്ക് കാണുമ്പോ LKG UKG 1ാം ക്ലാസ് ഒക്കെ ആകുമ്പോഴേക്ക് ഇത്രയ്ക്ക് ബുക്കാണ്. ഞാൻ 10ാം ക്ലാസ് വരെ അതായത് ഇത് കുട്ടിക്ക് കണക്കിന് കള്ളി ബുക്ക് വരുന്നുണ്ട്, കള്ളി ബുക്ക്. അങ്ങനെ ടീച്ചർമാരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കി അതുപോലെ തന്നെയാണ് എല്ലാ ബുക്കുകളും മേടിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ കുണുക്കമോന് മേടിച്ചിട്ടുള്ള ബാഗ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടൊരു കളർ അല്ലേ, കളറും കാര്യങ്ങളൊക്കെയാണ്. ഓരോരുത്തരും ആദ്യം പറയില്ലേ. അപ്പൊ അടിപൊളി ബാഗ്. മാമനി മേമനി കൊണ്ടാക്കാൻ പോവാനുള്ള ബാഗാണ്. അപ്പൊ ഇതിന് അത്യാവശ്യം ഈ കള്ളിയുടെ ഉള്ളിൽ തന്നെ 2 കള്ളികളായിട്ടുണ്ട്. അപ്പൊ ഒരു ടെസ്റ്റും നോട്ട് വെക്കാനുള്ള കള്ളികളായിട്ടുണ്ട്. പിന്നെ ഇതിനുള്ളില് സ്ലൈറ്റ്, നമ്മൾ സ്ലൈറ്റ് മേടിക്കണം കേട്ടോ, സ്ലൈറ്റ് കൊണ്ട് വരും. പിന്നെ ഇതില് ബോക്സ് കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റിയ കള്ളി കാര്യങ്ങളും കേട്ടോ. അങ്ങനെ ഇതിന്റെ ബാക്കിലും കള്ളി ഉണ്ട് കേട്ടോ. അപ്പൊ ഇതായിരുന്നു നമ്മുടെ കുറുക്കമ്മന്റെ ബാഗ്. അത് കണ്ടു. ഞാൻ എടുത്തത് കുണിക്കുമ്പോഴുള്ള ബാഗാണ് ഈ കാണുന്നത്. ഡോറബുജിയുടെ കുഞ്ഞു ബുക്കാണ്. ഒരു ടെസ്റ്റും 2-3 നോട്ടും ഒരു സ്ലൈറ്റാ വേണം. സത്യം അവിടെ ടെസ്റ്റ് കൊള്ളൂന്ന് ഞാൻ നോക്കിയിട്ട് കൊടുക്കാം. ടെസ്റ്റ് കൊള്ളുണ്ടാവില്ല. അവർക്ക് വലിയ ബാഗുണ്ട്. ഞങ്ങൾക്ക് വലിയ ബാഗ് ഞങ്ങൾക്ക് നടക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് കറക്റ്റാണ്. ചെറിയ ബാഗിന്റെ ആവശ്യമാണ്. പിന്നെ ഒരു ചേച്ചിയാണ് പറ്റി കുപ്പി ഇതിലിരിക്കില്ല, അതിലിരിക്കില്ല. കുണുക്കൻ്റെ അടുത്താണ് കുപ്പി. പിടിച്ചിട്ട് അങ്ങനെ കുണുക്കന്റെ ബാഗ്. നോക്കട്ടെ ഇതില് വെള്ളക്കുപ്പി ഇരിക്കാൻ നോക്കണ്ടേ. പിന്നെ ഞങ്ങളാണ് കൊണ്ടാക്കി കൊടുക്കുക. ഞാനും എന്നോട് കൂടി കൊണ്ടാക്കി കൊടുക്കാൻ. ഇത് പിന്നെ നമ്മുടെ കാർത്തുമ്മയുടെ ബാഗാണ് കേട്ടാ. ആ ചേച്ചി പറഞ്ഞു കൊടുക്കാനും വിളിക്കുമ്പോഴും സ്കൂളിൽ ബാഗ് വരുമ്പോ കാർത്തുമ്മ അത് നോക്കിക്കുമ്പോ അവൾക്ക് അത് വിഷമല്ല. അപ്പൊ ബാഗ് കണ്ടപ്പോഴേ പൊന്നിന് ശരിക്കും ഒരു ഐഡിയ തോന്നി. ടേക്ക് കെയറിൽ പറഞ്ഞു. അപ്പൊ ചിലപ്പോ കാർത്തുമ്മയുടെ നല്ല സമയമാണെങ്കിൽ ടേക്ക് കെയറിലേക്ക് വിടുന്നത്. കാർത്തുമ്മയുടെ വെള്ളമുപ്പിയാണ് കേട്ടോ. അപ്പൊ ഇത് കാത്തുമ്മയുടെ വേണം. അപ്പൊ ഞാൻ കാത്തുമ്മയുടെ മാറ്റി വെക്കുക. എന്താ വെച്ചാൽ ഉണ്ണി എപ്പോഴാ പോണത് പൊന്നു പറഞ്ഞിട്ട് അമ്മ കുണിക്കുമ്പോൾക്ക് മാറ്റി വേണ്ട. ഇത് കാത്തുമ്മയ്ക്ക് ഇത് രാവിലെ ഇത് തുറന്നിട്ട് നടക്കലായിരുന്നു മുമ്പ്. ബാഗിന്റെ രാവിലെ ഇട്ട് അപ്പൊ ഇത് ഇതാട്ടാ കുണിക്കുക. ചെടിപ്പത്ര തന്നെ നമ്മള് മേടിക്കുമ്പോ അത് കൊള്ളോ ഇല്ലേ എന്നുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും വെച്ച് വയ്ക്കുക. ജസ്റ്റ് നമ്മളവിടെ നിന്ന് കറണ്ട് പോയിട്ടുണ്ട് കേട്ടോ. ഒരു വെള്ളം ഉപ്പിടുത്ത് ഉപ്പ് എടുക്കുന്നില്ല. ആ റോസ് ഇതുള്ളില്ല, ഇതുള്ളില് ഉള്ളില് 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 വലിയ ബാഗുണ്ട്. ഞങ്ങൾ വലിയ ബാഗ് പഠിക്കാണ്ട് കുഞ്ഞി ധരിച്ചെന്റെ ചുണ്ണുകൾക്ക് കൊണ്ടുവരാൻ സുഖമായിട്ട് കൊണ്ടുവരാൻ വേണ്ടിട്ട്. അപ്പൊ ഇത് നമ്മുടെ കുടിക്കുമ്പോഴുള്ള ചോറ് കൊണ്ടുപോണ പാത്രം. അവർക്ക് വല്ല ടൗലോ കാര്യങ്ങളോ വെക്കണമെങ്കിൽ ഇതിനുള്ളിൽ വെക്കട്ടെ. അപ്പൊ അങ്ങനെ ഇത് കുടിക്കുമ്പോഴുള്ള ഇത് പിങ്ക് കുടിക്കുമ്പോഴുള്ള ഇത് മുണക്കം മറ്റേ കേട്ടോ. ഇത് രണ്ടും അവന് പിങ്ക് ഇഷ്ടമില്ല. അതാണ് അവന്റെ പ്രശ്നം. പിന്നെ വാട്ടർ ബോട്ടിൽ എടുത്ത
ഇത് രണ്ടും ചേച്ചിയുടെ ഇഷ്ടത്തിന് ചേച്ചി കുടിക്കുമ്പോൾ കുടിക്കുമ്പോഴേക്കും ഗേറ്റിലെ വാട്ടർ ബോട്ടിലാണ്. അടിപൊളി വാട്ടർ ബോട്ടിലാണ് കേട്ടോ. കുട്ടികൾക്ക് വെള്ളം കുടിക്കാനൊക്കെ സുഖമാണ്. ഇങ്ങനെ ബട്ട അങ്ങനത്തെ കുട്ടികളൊക്കെ സ്കൂളിൽ ഇപ്പൊ സ്റ്റീലിന്റെ ബോട്ടിൽ വരുന്നത് നിർബന്ധമായിട്ട്. പക്ഷെ സ്റ്റീലിന്റെ ബോട്ടിൽ കുറെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കുട്ടികൾക്ക്. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് വെച്ചാൽ എല്ലാ കുട്ടികൾക്കും സ്റ്റീലിന്റെ പെട്ടെന്ന് കേടുവരും. ഈ പിരി പെട്ടെന്ന് ഇതാവുക, ലീക്ക് വരിക, അങ്ങനെ കുറെ പ്രശ്നമുണ്ട്. ഞങ്ങളുടെ എത്ര ബോട്ടിലാണ് സ്റ്റീലിന്റെ ഇരിക്കുന്നത്. പിന്നെ സ്റ്റീലിന്റെ കുട്ടികൾക്ക് ഇങ്ങനെ തുറന്ന് ശരിക്കും അടച്ചില്ലെങ്കിൽ അത് ബാഗിൽ വെച്ചാൽ അത് ലീക്കായിട്ട് പോകും. എനിക്ക് തോന്നുന്നത് ഇതാകുമ്പോ നമ്മള് ടൈറ്റ് ചെയ്ത് കൊടുത്തയച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഈ ബട്ട വെച്ചിട്ട് വെള്ളം കുടിക്കുക, അടയ്ക്കുക വേണ്ട. അപ്പൊ എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ലത് ഇങ്ങനെ വാട്ടർ ബോട്ടിലാണ്. ആ നല്ല പ്ലാസ്റ്റിക് നല്ല സ്റ്റാൻഡേർഡ് നല്ല ബ്രാൻഡിന്റെ സാധനം. അപ്പൊ ഇത് രണ്ടുമാണ് കുടുക്കന്റെ ഇത് കുടിക്കുമ്പോൾ അടിപൊളി വാട്ടർ ബോട്ടിലോട്ട് ഇത്തിരി സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോഴാണ്. പിന്നെ എനിക്ക് കുട്ടിക്കാലത്ത് നല്ല ചില്ലിന്റെ ഒരു ചില്ലിന് അന്നത്തെ കാലഘട്ടത്തിലുള്ള ഒരു ചില്ലിന്റെ പോലത്തെ വൈറ്റ് കളറുള്ള വെള്ളക്കുപ്പി അതിങ്ങനെ വെള്ളത്തിന്റെ ഇത് എഴുതിയതോ അളവ് എനിക്ക് എന്താ ചില വീട്ടിലാച്ചിങ്ങ ഇരുമ്പിന്റെ ബക്കറ്റാവും പകുതി വെള്ളം അതിന്റെ ബോട്ട് അതായത് എന്നിട്ട് താറ് ഒതുക്കിയിട്ട് അതിന്റെ തുണി കൂടി ചിറ്റിട്ട് അതിന്റെ അടിയിലേക്ക് ഞാൻ എടുക്കണ്ടാവും. പകുതി ഇങ്ങനെ വെള്ളം ശേഷിട്ട് പോകണം. ചില വീട്ടില് പാളയാവും. സൂപ്പറാണ്, എല്ലാം സൂപ്പറായിരുന്നു. പിന്നെ അവര് സ്കൂളിൽ ഇപ്പൊ ഇത് കൊണ്ടുപോയിട്ട് ഇത് കൊണ്ടുവരാൻ പാടില്ല എന്ന് പറയണ സ്റ്റീൽ തന്നെ വേണം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഇത് സ്റ്റീലിന്റെ ബോട്ടിലിന്റെ ഉള്ളിൽ സ്റ്റീലാണ്. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താണെന്നറിയോ, ഈ ഒരു ഇതിനുള്ളിലൊരു വാഷ് ഉണ്ട്. അത് പോയി കഴിഞ്ഞാൽ പിന്നെ വെള്ളം ലീക്കാവും. ഒന്ന് ഈ സ്റ്റീലിന്റെ എല്ലാം ഇതിനുള്ള ഏറ്റവും പിന്നെ ഇത് നമ്മൾ ഇങ്ങനെ ഇടൂട്ടാ. കുട്ടികള് വെള്ളം കുടിക്കാണ്ട് എത്തുമ്പോ ഈ സാധനം വീണെടുക്കണം. അതാണ് അതിന്റെ പ്രശ്നം. പിന്നെ ഇങ്ങനെ കുടിക്കാലോ എന്നുള്ളത്. ഇത് മൂടി തുറന്നിട്ട് അടച്ച് കുടിക്കുമ്പോഴേ കുട്ടികൾക്ക് ഇത് ശരിക്കും തുറന്ന് ശരിക്കും അടച്ചില്ലെങ്കിൽ ബാഗിൻ്റെ ഉള്ളിൽ വെച്ചാൽ ബാഗിൽ പുസ്തകമൊക്കെ നനയും. അടുത്തിട്ട് ഇത് നമ്മുടെ കുണുക്കമ്മൻ്റെ ഏട്ടാ. അപ്പം ഞങ്ങൾക്ക് ഈ കളർ ഇഷ്ടപ്പെട്ടപ്പോൾ കുണുക്കമ്മനോട് ഇത് എടുത്തോളാം. അപ്പം ഇതിൽ പെണ്ണിന്റെ ചിത്രമാണ്. പെണ്ണിന്റെ ചിത്രം വേണ്ട കുട്ടിക്ക് കാറിന്റെ ചിത്രം. പെണ്ണിന്റെ കൂടെ ചെറിയ ചീത്തായിട്ട് ഒതുങ്ങി എല്ലാം ഒട്ടിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ഇതേ ബോക്സ് അടുത്ത അത് 2 ബോക്സ് ഉണ്ട് കേട്ടോ കുണുക്കിനെ കുണിക്കുകയും. ഇത് കുറേ മുന്നേ ഇവര് പോയപ്പോ ഇവർക്ക് നെക്സ്റ്റ് ചെയ്തുകൊണ്ടപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് അവർക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ബോക്സ്. കുണുക്കിനെ കുണിക്കുകയും കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ അവരന്ന് ചോദിച്ചാൽ അത് മേടിച്ചതിന് ചോദിച്ചപ്പോ ശരി മക്കളെ ഇഷ്ടമല്ലേ അതിന് വേണ്ടി നമുക്ക് എന്താല്ലേ. അപ്പൊ ഈ കണക്ക് കൂട്ടുന്നതൊക്കെ ഉണ്ട് ഇതിനുള്ളിൽ കേട്ടാ. കണക്ക് കൂട്ടണമെങ്കിൽ കൂട്ടാം. ഇവർക്ക് പിന്നെ അതായത് വിഷയമില്ല. നല്ല ബോക്സ് ആട്ടോ. അതിലെ പെൻസിൽ ചെത്താളതും ഒക്കെ എല്ലാതും ഉണ്ട്. പിന്നെ ഇവിടെ എന്താ നമുക്ക് റബ്ബർ എടുത്തേക്കാനും എല്ലാ സാധനവും ഉണ്ട്. അടിപൊളി ബോക്സ് ആട്ടോ. ഇത് കുണുക്കുമ്പോന്റെ ഇത് നമ്മുടെ കുണിക്കുമ്പോണ്ട് കേട്ടോ. പിങ്കൊക്കെ നമ്മുടെ കുണിക്കുമ്പോണ്ടാണ്. കുണിക്കുമ്പോൾക്ക് ഏറ്റവും ഇഷ്ടം പിങ്കാണ് കേട്ടോ. ചെറുതായിട്ട് പെണങ്ങി എടുക്കാൻ നമ്മുടെ കുണിക്കും. അപ്പൊ ഇതാണ് കുണിക്കുമ്പോണ്ടി ബോക്സ്. പിന്നെ പൗച്ച് എടുത്തിട്ടുണ്ട്. പൗച്ച് എടുത്ത് നോക്കാം. ഇതാ പൗച്ച് പക്ഷെ ആ ബോക്സ് കണ്ടപ്പോ ഇതും ഞങ്ങൾ അന്ന് പൗച്ചും കണ്ടിട്ടു. പക്ഷെ ഇത് ഇവർക്ക് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് ഇതില് ഒരു കണ്ട ഇതൊക്കെ ഉള്ള കാര്യം അവർക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ അന്ന് ഞാൻ മേടിച്ചിട്ട് ഭയങ്കര വില. ഇപ്പൊ ഇത്ര വിലയുടെ മേടിക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ അന്ന് ഈ വിലയുടെ ഒന്നും മേടിച്ചില്ല കേട്ടോ. ഇതൊക്കെ ചേച്ചി കൊടുക്കണമെങ്കിൽ ഗിഫ്റ്റ് ആയിട്ട് തന്നപ്പോഴാണ്. അങ്ങനെ ഈ 2 പിന്നെ റബ്ബറും കട്ടറൊക്കെ കൂടിയിട്ട് ഒരുമിച്ചുള്ളതാട്ടാ. പക്ഷെ ഇതൊക്കെ മൂർച്ചുണ്ടോ ഇല്ലയോ നോക്കണം. അങ്ങനെ ഇങ്ങനെ ഒരു പെൻസിൽ എടുത്തു ഞാൻ ഒന്ന് ചെക്ക് ചെയ്തു. ഇത് ഈ പെൻസിലിന്റെ ബോക്സ് ഓക്കെ ഞാൻ ഒന്ന് ചെക്ക് ചെയ്തോട്ടെ കേട്ടാ.
നമ്മളെ കുട്ടിക്കാലത്ത് നമുക്ക് ഈ ഭാഗ്യമൊന്നും ഉണ്ടായിട്ടില്ല. ബ്ലൈഡ് കൊണ്ട് ഇങ്ങനെ ചേർത്ത് കുറെ കയ്യും മുറിയും മൊത്തം പൂവും മുറിയും ഇതൊന്നും ഞങ്ങക്ക് ഉണ്ടായിരുന്നില്ല. അവര് ഭയങ്കര അച്ഛന് വിഷമായി മോള് പണിക്കപ്പോ ആ ഡബറൊക്കെ എടുത്തോണ്ട് ഇതിലിട്ടേക്കട്ടെ. അങ്ങനെ ഇതേ ഒരു ബോക്സില് ഡബറും ഉണ്ട്, പെൻസിലും ഉണ്ട്, കട്ടറും ഉണ്ട് കേട്ടോ, എല്ലാം കൂടിയിട്ടുള്ളതാണ്. അപ്പൊ എന്തായാലും ഇതിൽ സ്റ്റോക്ക് എടുത്തേക്കാന്ന് വെച്ചു, കുറച്ച് പുറത്തിരിക്കാൻ. പിന്നെ വലിയൊരു പെൻസിലിന്റെ 10 പാക്കറ്റ് ഉണ്ട്. പിന്നെ ഇത് പിന്നെന്താ ചോറ്റുപാത്രത്തെ പിന്നെ കൊട, ഇത് കൊടുക്കാൻ പറഞ്ഞു കേട്ടോ. കുട സത്താൻ ഈ ഒരു കൊടക്കൊക്കെ ഞാൻ കൊതിച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനത്തെ കൊടയൊക്കെ നമ്മൾ കുട്ടിക്കാലത്ത് കൊതിച്ചിട്ടുണ്ട്, കിട്ടിയിട്ടൊന്നുമില്ല. അന്ന് പറ്റാത്തതും പിന്നെ പറ്റില്ല. ഇവരെ കൊണ്ടാക്കാകുമ്പോ ഇവരെ കൂടെ നമുക്കിതില് ഞൊഴഞ്ഞ് കയറി നിക്കാലോ അല്ലേ. ഇത് കൊടുക്കാൻ വേണ്ടിയുടെ കുളിക്കുമ്പോൾ എടുത്ത അച്ഛന് മോളിനെ ഇടയ്ക്ക് ഇടയ്ക്ക് അടി ഉണ്ടാക്കും, അവരെന്നെ സെറ്റാവും. ഓ കുളിക്കോളം വെള്ളം വീഴുമ്പോട്ടല്ലേ മഴ പെയ്ത് നോക്കി അതേ ഭംഗിയിലെ കുട്ടി കണ്ട, അതേ ഭംഗിയുള്ള കുട്ടി കണ്ട. ഫോട്ടോ പിന്നെ നമ്മള് ഉണ്ണുകൾക്കുള്ള ചോറ്റും പാത്രം മേടിച്ചത് സ്റ്റീലിന്റെ ആട്ടോ, സ്റ്റീലിന്റെ ചോറ്റും പാത്രം മേടിച്ചത്, വേറെ ഒന്നുമല്ല. പ്ലാസ്റ്റിക് വെച്ച് അതിന്റെ ഉള്ളില് എന്തായാലും പറയാ ഒരു എന്താ പറയാ റബ്ബറിന്റെ വാഷ് പോലെ ഉണ്ടാവും, വാഷ് പോലെ. അത് നമ്മൾ എത്ര തിളച്ച വെള്ളത്തിലിട്ടാലും അതിന് സ്മെല്ല് വരും. ഞാന് പണ്ടൊക്കെ കുണുക്കൽ പൊന്നിന് കുഞ്ഞിനൊക്കെ ഉള്ളപ്പോൾ ഞാൻ ഗൾഫിൽ തന്നെ കൊണ്ടുവരുന്ന ഫ്രൈ പാത്രത്തിലൊക്കെ ഉണ്ടാവും, തിളച്ച വെള്ളത്തിലൊക്കെ ഇട്ട് തിളപ്പിക്കട്ടെ. ചിലപ്പോ വൈറ്റ് ഒക്കെ ആകുമ്പോ ഈ കറിയുള്ള നിറം വരും. എനിക്ക് എന്തോ അത് ഇഷ്ടമല്ല. അപ്പൊ കാണാനൊക്കെ നല്ല ഭംഗിയായിരുന്നു. പക്ഷെ നോക്കിയാണ് ഞാൻ പറഞ്ഞു സ്റ്റീലിന്റെ പാത്രം ഉണ്ടോളെ വെച്ചു. അപ്പൊ അങ്ങനെ പിന്നെ കുറച്ച് വലിയ പാത്രം മേടിച്ചിട്ട് എന്താ വെച്ചാൽ അവർക്ക് ചോറൊന്നും കൈയിട്ട് കഴിക്കാനുള്ള ഇത് ചോറിൽ കൈ വയ്ക്കുമ്പോ ഈ ചോറ് പുറത്തേക്കൊക്കെ പോകും. അങ്ങനത്തെ പാത്രം ഇഷ്ടമില്ലാതെ ഇങ്ങനത്തെ 2 പാത്രം എടുത്ത പാത്രം. പിന്നെ ഇവർക്ക് തുറക്കാൻ അധികം ബുദ്ധിമുട്ടില്ലാതെ പോലെ മേടിച്ചിട്ടാണ്. ജസ്റ്റ് അവർക്ക് തന്നെ തുറക്കാൻ പറ്റും. തുറക്കാൻ പറ്റുമെങ്കിൽ അവർക്ക് എന്ത് തുറക്കാൻ വേണ്ടി ചെറിയൊരു കൂട്ടാൻ പാത്രം ഉണ്ട്. നടക്കണമെങ്കിൽ ടീച്ചർ വേണ്ടി വരും കേട്ടോ. അത് നമ്മള് എങ്ങനെയായാലും പഴയ കാലത്തേക്ക് പോകല്ലേ, കൂട്ടാൻ പാത്രം അറിയില്ലല്ലേ, കൂട്ടാൻ പിന്നാണോ അത് നമ്മുടെ കുട്ടിക്കാലത്തെ ഡയലോഗ്. ചേച്ചി കുറച്ചേരിലോട്ട് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇത് കൊറേ നാളായിട്ട് എന്നോട് ചേച്ചി മേടിച്ചിട്ട് സത്യമാണത് മുറി നിൽക്കാൻ. ഇത് നമ്മളെ നെയിം സ്റ്റിപ്പ് നമ്മള് ഒരു ഇൻസ്റ്റയിൽ പറഞ്ഞിട്ട് ഇവരെ ഫേസ് വെച്ചിട്ടുള്ള നെയിം സ്റ്റിപ്പ് ഇട്ടാണ് കുളിക്കന്റെ. ഇത് കുളിക്കുമ്പോൾ കേട്ടോ. അങ്ങനെ നെയിം സ്റ്റിപ്പ് മേടിച്ചിട്ടുണ്ട്. പിന്നെ ബുക്ക് പൊതിയ ഇതുകൊണ്ട് ആദ്യം പൊതിയും. അതിന്റെ മുകളിൽ നമ്മൾ ഈ കവറില്ല, കവറോട് പൊതിയും. അപ്പൊ എന്താ അല്ലെങ്കിൽ
കുടുങ്ങി നിൽക്ക്. ഇതുകൊണ്ട് പൊതിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നം എന്താ വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ നന്നായി അമർത്തി ഇതാക്കുമ്പോ അവിടെ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കീറി പോരും. അപ്പൊ ഇത് ഇതുമ്പോ പൊതിഞ്ഞതിന്റെ ബാക്ക് മുകളിൽ നമുക്ക് ഈ കവറോണ്ട് മതി. അപ്പൊ ഈ ഒരു ഇതും കാണാം, കവർ കൂടിയാകുമ്പോൾ വെള്ളം പോയാലും ഒന്നും പെട്ടെന്ന് ഇതിരിക്കാനും. ഞാൻ പൊന്നിൻ്റെ ഇവരുടെ കൂടുതൽ ഇങ്ങനത്തോടെ തന്നെയാണ് കേട്ടോ. കുറേ നാളായിട്ട് പൊതിയാറ്. അപ്പൊ ഞാൻ കുറച്ച് കൂടുതൽ അടിച്ചു. എന്താ വെച്ചാൽ കുണിക്ക് ഓരോ ടൈമില് ഓരോ ബുക്ക്, അതായത് കുണിക്ക് ആദ്യത്തെ ടൈമില് ഇംഗ്ലീഷ് 4 പേര 2 പേര, മാത്സ് കള്ളി ബുക്ക് എല്ലാതും ആ നോട്ടുകളിൽ. അത് സെക്കൻഡ് ടൈമിൽ എടുക്കില്ല കേട്ടോ, കാരണം അതും പൊതിയല്ല. അപ്പൊ അതെല്ലാം പൊതിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് കുറച്ച് കൂടുതൽ മേടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്തിട്ടാ അങ്ങനെയുള്ളത്? പിന്നെ ഇതില്ലാണ്ടൊരു പരിപാടി ഇല്ല കേട്ടോ. പിന്നെ കഴിഞ്ഞു കേട്ടോ. അതാ പിന്നെ ഉള്ളത് ക്രയോൺ ഉണ്ട്. പിന്നെ പെന്ന് മേടിച്ച് വെച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ നമുക്ക് ഇതൊക്കെ ചേച്ചി കൊടുത്തേച്ചിട്ടുള്ളതാണ് കേട്ടോ. ഒക്കെ ചേച്ചി ഗിഫ്റ്റ്. പിന്നെ റിബൺ ഇത് അച്ചൂട്ടൻ ദുബായിൽ നിന്ന് വന്നപ്പോ അച്ചൂട്ടൻ കൊടുത്തത് മുണിക്കേക്ക് അല്ലേ? അനിയന്റെ മകൻ ഗൾഫിൽ പോയിട്ട് അവൻ വന്നപ്പോ അവര് ക്രയോണ് കൊടുക്കാൻ മുണിക്കി കൊടുക്കുന്നത്. ആവശ്യം കുട്ടികൾക്ക് ഇങ്ങനെയല്ല ചാർട്ടൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ വരയ്ക്കാനൊക്കെ ആവശ്യം വരുമ്പോ അങ്ങനെ. പിന്നെ അത് പിന്നെ ശരിക്കും ഒരുപാട് കാണുന്ന ഒരു കാര്യം കേട്ടോ. ബുക്ക് പൊതിയ ഒട്ടിക്കണ കവറ് 30 പീസ് ഉണ്ടാവുമെന്ന് പറഞ്ഞ്. അപ്പൊ ഉള്ളത് ഉണ്ടാവട്ടെ, ബാക്കി നമുക്ക് അത് വെച്ച് പൊതിയാലോ. അപ്പൊ അതും ഒരു പാക്കറ്റ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. 30 പീസ് ഉണ്ടാവും. അതും അങ്ങനെ നമ്മുടെ അങ്ങനെ നമ്മുടെ കുണക്കൻ്റെ കുണിക്കില് സ്കൂളിലേക്ക് ഏകദേശം സ്ലൈറ്റ് മാത്രമേ ഉള്ളൂ. ലെറ്ററെല്ലാം ഏകദേശം ആയി. സ്ലൈറ്റ് അത് മാത്രമേ വേണ്ടു. പിന്നെ ഇതിന്റെ മോൾക്ക് മുടിയുണ്ടാണ് ബണ്ണും കാര്യങ്ങളും കുറച്ച് വരും. അതുകൊണ്ട് കഴിഞ്ഞാൽ ഇങ്ങനെ സ്കൂള് യൂണിഫോം കാര്യങ്ങളൊക്കെ എടുത്തു റിബൻ പറഞ്ഞു കുണിക്ക് മോൾക്ക് വൈറ്റ് റിബനാണ് മുടിയുമായിട്ട്. അപ്പൊ അത് മേടിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഏകദേശം അല്ലാതായി. അതിന്റെ ഒപ്പം ഇവരുടെ ഒക്കെ കണ്ടില്ല ഞാൻ എന്റെ അനുസരിച്ച് അപ്പൊ ഞാന് ഒരു ചുരിദാർ എടുത്തു. ചുരിദാർ എടുത്തത് വേറെ എവിടെന്നല്ല, റിലയൻസ് എന്നാണ് കേട്ടോ. നമ്മുടെ ചാവക്കാടുള്ള റിലയൻസ് ഷോപ്പിനാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ചാവക്കാട് ബസ് സ്റ്റാൻഡിന്റെ തൊട്ടപ്പുറത്താണ് കേട്ടോ റിലയൻസ് ഷോപ്പ് വരുന്നത്. അവിടെ 3 ഷോപ്പ് തന്നെ നടുവിലാണ് നമ്മുടെ റിലയൻസ് ഷോപ്പുള്ളത്. അപ്പൊ അവർക്ക് ഓൺലൈൻ ആയിട്ടുള്ള പർച്ചേസിന് വേണ്ട ആദ്യ ഫാഷൻ എന്നിട്ട് ഓൺലൈൻ ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഒരുപാട് എങ്ങനെയുണ്ട് ഇതൊക്കെ ഉണ്ടല്ലോ. ഇത് വെച്ച് കഴിഞ്ഞാൽ അറിയില്ല. ഓക്കെ, ഇതുമ്പോ ചെറിയൊരു ഗ്ലാസ് വർക്കും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് കേട്ടോ. കണ്ട അടിപൊളി ഒരു മെറ്റീരിയലാണ് കേട്ടോ. ചുരിദാർ മെറ്റീരിയലാണ്. അടിപൊളി ഒരു മെറ്റീരിയലാണ്. ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഏത് തടിയുള്ളവർക്കും തടിയില്ലാത്തവർക്കും ഒക്കെ പറ്റിയ ഇതുണ്ട്. അത് എക്സലും എല്ലാം ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് നല്ല ചുരിദാർ എടുക്കണം, മെറ്റീരിയൽ എടുക്കണമെങ്കിൽ റിലയൻസിലേക്ക് പോവാം. അപ്പൊ ഇതാണ് എന്റെ പാന്റ് വരുന്നത്. പിന്നെ ഇതാണ് ഷാൾ തുറന്നിട്ട് ഷാള് ഇതാ ഷാള് ഇതാണ് നമ്മുടെ ഷാള്. ഇവിടെ പാക്കറ്റ് പൊളിക്കട്ടെ. ഞാൻ അധികം ഷാള് യൂസ് ചെയ്യാത്ത ഇങ്ങനത്തെ ചുരിദാറൊക്കെ ഷാളൊക്കെ അതും ഞങ്ങൾ ഷാള് കൂടുതൽ യൂസ് ചെയ്യും മുസ്ലിംസ് തോന്നണം അല്ലേ? അവർക്ക് തട്ടേതാ അപ്പൊ അവർക്ക് അടിപൊളിയാണ് കേട്ടോ. നോക്കിയേ തട്ടിപ്പൊളി മെറ്റീരിയൽ, സോഫ്റ്റ് മെറ്റീരിയൽ. അവർക്കൊക്കെ ഇട്ടാൽ ഒതുങ്ങി കിടക്കുന്ന ഒരു മെറ്റീരിയൽ കാര്യങ്ങളാണ് കേട്ടോ. എന്റെ കൂടി ആകാശം ശരിയാ. അപ്പൊ ഇതാണ് ഒരു മെറ്റീരിയല്. ഇതൊക്കെ അടിക്കാൻ കൊടുക്കണം. അടിച്ചിട്ട് ഞാൻ ഇട്ട് കേട്ടോ. പിന്നെ ഒരാട്ടിക്ക് ചെന്ന് കേറി വേഷം എന്റെ കണ്ണ് കുടുങ്ങിയത് ഇത് വീഴുന്നുണ്ട്.
അടിപൊളി ബ്ലാക്ക്. ഇതിന്റെ ഒരുപാട് കളറുകളുണ്ട്, ഒരുപാട് കളറുകളുണ്ട്. നമുക്ക് ഒരു ഫംഗ്ഷനോ കാര്യങ്ങൾക്കോ പോകുമ്പോ ഇടാൻ പറ്റിയൊരു നല്ല വർക്ക്. നോക്കിയാ ഒരുപാട് ഓവറോ നോക്കി നിങ്ങൾക്ക് എത്രത്തോളം ഇത് കാണുന്നുണ്ടെന്ന് അറിയില്ല കേട്ടോ. അടിപൊളി ചെയ്തത് ഒരു രക്ഷയില്ല സത്യം. പിന്നെ നല്ല എനിക്ക് നല്ല തടിയുള്ള കിടക്കാൻ അടിക്കാൻ പറ്റും അത്രയ്ക്കും തുണിയും കാര്യങ്ങളും ഉണ്ട് കേട്ടതില്. വലിയ ചുരിദാർ വെച്ചിട്ടുണ്ടോ നോക്കി. അല്ല എല്ലാരും തുണിക്കട തുടങ്ങുക അല്ലെങ്കിൽ മെറ്റീരിയലിന്റെ കട തുടങ്ങുന്നവർക്കല്ല, അതിന്റെ സെലക്ഷൻ എനിക്ക് ആ സെലക്ട് ചെയ്യാൻ പോകുന്ന ആളുടെ കഴിവ്. ഓരോ ഷോപ്പിന്റെ വിജയം എന്ന് പറഞ്ഞത് അത് പർച്ചേസിങ്ങിന് പോകുന്ന ആളുടെ കഴിവാണ് കേട്ടോ. പർച്ചേസിങ് എവിടെ കഴിച്ചോ ആ ബിസിനസ് അന്നവിടെ നിലയ്ക്കും. നമ്മുടെ സെലക്ഷൻ വേണം നല്ലോണം. ഞാനത് പല ഷോപ്പുകാരോട് പറയും. എനിക്ക് ഇഷ്ടം ഡ്രസ്സുകൾ നോക്കിയാൽ ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ആരുടെയും നിങ്ങളുടെ ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ പോണത് ആളെ ഒന്ന് മാറ്റി പിടിച്ച ഷോപ്പ്. ഞാൻ പലയിടത്തും പറഞ്ഞ കാര്യം. ആളെ ഒന്ന് മാറ്റി പിടിച്ച രക്ഷപ്പെടും. എപ്പോഴും നമ്മളൊരു ഷോപ്പ് നടത്തുന്നത് പർച്ചേസിങ്ങിന്റെ കാര്യത്തിൽ യാതൊരു ഷോള് നോക്കി ഷോൾ മാത്രം കേട്ടാ ഡാമിനായിട്ട് യൂസ് ചെയ്യുന്നതൊക്കെ യൂസ് ചെയ്യുമ്പോൾ നോക്കി നല്ല ഭംഗിയുള്ള നല്ല സിമ്പിളായിട്ട് നല്ല മെറ്റീരിയൽ കേട്ടോ. അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ. അപ്പൊ ഇതിൽ ഒരുപാട് മോഡൽ ഒരുപാട് കളറുകളുണ്ട്. പക്ഷെ ബ്ലാക്ക് 2-3 പീസ് കൂടെ ഉള്ളത് തോന്നുന്നു. അപ്പൊ ആവശ്യമുള്ള പെട്ടെന്ന് ആദ്യ ഫാഷൻ ഡിസൈനിന്റെ ആദ്യയുടെ ഫാഷൻ ഡിസൈനിന്റെ അവരുടെ ഡീറ്റെയിലും കാര്യങ്ങളും ഞാൻ വീടിന് താഴെ കൊടുക്കണം. അവരുടെ നമ്പർ കാര്യം വിളിച്ച് ഓർഡർ ചെയ്യാനും പോവാൻ നേരം പെട്ടെന്ന് വിളിച്ച് ഓർഡർ ചെയ്തോട്ടെ. എന്താ വെച്ചാൽ അധികം പീസ് ഇല്ല, അതുകൊണ്ടാണ്. മഞ്ഞ എടുത്തില്ല. വീണ്ടും ഇപ്രാവശ്യം എനിക്ക് ബ്ലാക്ക് കളർ കൂടുതൽ. ഇതൊരു ബ്ലാക്ക് അല്ല കേട്ടോ, ഇതൊരു ഗ്രേ കളറാണ് കേട്ടോ. നമ്മൾ നേരത്തെ എടുത്തതിന്റെ സെയിം മെറ്റീരിയൽ തന്നെയാണ്, ഒരു ഗ്രേ കളറാണ് കേട്ടോ അതിന് വരുന്നത്. അടിപൊളി മെറ്റീരിയലാണ്. എന്താ പറയാ, ഒരു രക്ഷയില്ല. പക്ഷെ നമുക്ക് ഇതിന്റെ റേറ്റ് എത്ര ഞാൻ പറഞ്ഞത് കേട്ടോ, 1998 രൂപയാണ് കേട്ടോ ഈ ഒരു മെറ്റീരിയൽ വരുന്ന റേറ്റ്. പിന്നെ നമ്മുടെ പേര് പറയുകയാണെങ്കിൽ അവർ കുറച്ച് ഡിസ്കൗണ്ട് തരാം കേട്ടോ. നിങ്ങൾക്ക് ചുരിദാർ എടുക്കാൻ പോകുമ്പോൾ ജസ്റ്റ് നമ്മുടെ ചാനൽ കണ്ടിട്ടാണ് പോയത്, ജസ്റ്റ് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് തരുന്നതാണ് കേട്ടോ. പറഞ്ഞു തന്നത് അവിടെ പോയിട്ട് ആദ്യം തന്നെ പോയിട്ട് ആ ഡിസ്കൗണ്ട് തരാൻ ചോദിച്ചിട്ട് ഡിസ്കൗണ്ട് ചോദിച്ചോ. അതൊരു ഷാള്, അടിപൊളി ഷാളോട്ടോ. ഞാനിതൊക്കെ അടിച്ചിട്ട് ഇട്ടിട്ടാണ്. പക്ഷെ ഞാനിതിനുള്ളിൽ ഒരു റെഡിമെയ്ഡ് എടുത്തത് കേട്ടോ. അത് അഞ്ചേട്ടന് ഇഷ്ടമായിട്ട് ആകാശനീലാന്ന് പറയുന്നത് അറിയില്ല, എന്ത് നീലാണ് പറയുന്നത്. ഞാൻ എടുക്കാത്തൊരു കളറായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം സമയത്ത് ഓരോ ഇത് കണ്ടോ മഞ്ഞ കിട്ടോ കിട്ടാ. അപ്പൊ പക്ഷെ ഇതിന്റെ ഏറ്റവും രസമുള്ള കളർ കോമ്പിനേഷൻ ഇതാട്ടൊരു അല്ലേ, ഒരു പ്രത്യേക രസം. റോസും സിൽവറും നീലും കൂടുമ്പോ ഒരു പ്രത്യേക ഒരു ഭംഗിയായിട്ടത് പ്രത്യേക ഭംഗിയുള്ള ചുതാണ്. ഇത് ഭയങ്കര ഇത് നമുക്ക് 25-ാം തീയതി ഒരു ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ, അതിനിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇങ്ങനെ ഈ ഒരു മെറ്റീരിയലും അതിന്റെ ഷാള് സിമ്പിൾ ഷാളാണ്. എനിക്ക് അതാണെങ്കിൽ ഷാളും ഒരുപാട് വർക്ക് ഇഷ്ടമില്ല. നമ്മൾ കൊണ്ടുനടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവുന്ന ഫംഗ്ഷനൊക്കെ സിമ്പിളാട്ടത് നല്ല. പക്ഷെ ഞാൻ ഒരുപാട് ഷാള് യൂസ് ചെയ്യുന്ന വ്യക്തിയല്ല കേട്ടോ. പിന്നെ ഇതിന്റെ പാൻറ് രസം നല്ല മിഡിയം വലിയൊരു പാൻറ്റാ, വാച്ച് പാൻറ്. പക്ഷെ ഇതൊക്കെ സുഖമാണ്. ഇപ്പൊ ലൈഗൻസ് ഇതിനേക്കാളും സുഖം. പക്ഷെ ഇത് മൊത്തം ഡിസൈൻ നല്ല രസം കേട്ടോ, കേളാണ് കേട്ടോ അല്ലേ. അടിപൊളിയാണ്. അപ്പൊ അവരുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിന്റെ ഒരുപാട് ഈ കളർ ഇല്ല. ഈ കളർ ചോദിച്ചാൽ പോണ്ട. ഈ കളർ വരുമെന്നറിയില്ല, അവർ ഇറക്കുന്നുണ്ട്. ഈ സ്റ്റോക്ക് കഴിഞ്ഞു. പൊന്നിന് കിട്ടില്ല, പൊന്നിന്റെ കളറുള്ളൂ, വേറെ കളറുള്ളൂ. അങ്ങനെ ഇതൊക്കെ ഞാൻ എടുത്തവിടെ തന്നെ വെക്കട്ടെ. എന്നിട്ട് ഞങ്ങൾ റൂമിൽ കിടക്കണമെങ്കിൽ ഇതൊക്കെ ഒരു സൈഡിലാവണ്ടേ.
നാളെ എന്ത് ബുക്ക് ബുക്ക് ശരിയാണ്. ബുക്ക് കുറേശ്ശായിട്ട് പൊതിയാൻ തുടങ്ങണം. എന്താണെന്ന് വെച്ചാൽ ബുക്ക് പൊതിയ സമ്മതിക്കണില്ല എന്നോട്. ഞാൻ കുറച്ച് ദിവസം അമ്മ അത് വീഡിയോ എടുത്തിട്ട് പൊതിയ അവര് വീഡിയോ എടുക്കാണ്ട് ഒരു രക്ഷിതാന്ന് വീഡിയോ എടുക്കുന്നതിന് സത്യം ഞാൻ ഉറക്കം വന്നതിന് കണ്ണൊക്കെ അടഞ്ഞു പോട്ടാ. കുടിക്ക് ഒരു നാളെ ബുക്ക് എന്താ വെച്ചാൽ ഒരു ബുക്ക് ഒരാൾക്ക് 20 ബുക്ക് ഉണ്ടെങ്കിൽ 40 പ്രാവശ്യം പൊതിയുന്ന അവസ്ഥയാണ്. 2 പ്രാവശ്യം പൊതിയണല്ലോ. അപ്പൊ നല്ലൊരു പണിയാട്ടാ. അപ്പൊ ഇതാണ് കറക്റ്റ് വെച്ചാൽ ഇനി ഇതൊക്കെ എടുത്തത് കറക്റ്റ്. ഇപ്പൊ ഞാൻ ബാഗോളാക്കി വെക്കണം. നീ ഇവരുടെ ബുക്ക് കാരണം വെക്കാൻ നമുക്ക് നല്ല സ്ഥലം സെറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ സ്കൂളിലത്തെ ആദ്യമൊക്കെ കുഞ്ഞിന്റെ സ്റ്റഡി ടേബിൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് നാശപ്പോ അതൊക്കെ പുറത്തേക്ക് കിട്ടും. അപ്പൊ അതൊന്നും ഇല്ല. പിന്നെ ഇവർക്ക് കോണിച്ചോടെ എന്റെയും ചെറിയ കള്ളി പോലെ അടിക്കുന്നതാണ് കേട്ടാ. സ്റ്റോർ ചെയ്യാണ്ടിട്ട് ഒരു കാര്യമാണ്. അപ്പൊ എന്തായാലും ഇതൊക്കെ ഞാന് അല്ലാതെ അവനാണ് ബുക്കുകളൊക്കെ പൊതിയാണതാ. ഈ സാധനങ്ങളൊക്കെ വെക്കാം. ചോദിച്ചുള്ളതൊക്കെ അതിനനുസരിച്ച് ബുക്ക് പൊതിയാണെന്ന് മാറ്റി വെക്കാട്ടാ. അപ്പൊ ഇന്നത്തെ നമ്മളെ ഇതൊക്കെ കണ്ടിട്ട് പലരും നെഗറ്റീവ് പറയണവരുണ്ടാവും, പോസിറ്റീവ് പറയണുണ്ടാവും. പക്ഷെ ഇതൊക്കെ നല്ല മൈൻഡിൽ ചിന്തിക്കുക. കുഞ്ഞു മക്കളാണ്, അവരുടെ ആഗ്രഹങ്ങളാണ്, അവരുടെ ഇഷ്ടങ്ങളാണ്. അപ്പൊ ചിലപ്പോ അവരൊരു ഭാഗ്യമായിരിക്കും. അത്ര ചിന്തിച്ചാൽ മതി. നിങ്ങൾ എന്തിനാണ് കഴിഞ്ഞ ഒന്നാം സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുന്നവർക്ക് ഇത്രയൊക്കെ വേണം, ആർഭാടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞാൽ അതായത് ഓരോരുത്തരുടെ ആഗ്രഹങ്ങള് സാധിച്ചു തരാൻ ദൈവത്തെ പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ മാതാവാണ് നിങ്ങൾക്ക് ഇതൊക്കെ സാധിച്ചു തരുന്നത്. അതിന് നിങ്ങള് മാതാവിന് നന്ദി പറയുന്നു. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ഇല്ലാത്ത ഭാഗ്യം നിങ്ങളുടെ മക്കൾക്ക് കിട്ടുമ്പോൾ നിങ്ങളത് ഹാപ്പിയാണ്. തീർച്ചയായിട്ടും അവര് പഠിക്കണം, പഠിക്കുക നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് അവരെ കാര്യങ്ങളും ഒക്കെ മുന്നോട്ട് നടന്നതിലേക്ക് കൊണ്ടുനടക്കാനാണ് എപ്പോഴും. ഇതിപ്പോ കുഞ്ഞിനും ഞങ്ങള് അന്നും ഉള്ളതുകൊണ്ട് ഇപ്പൊ കഴിഞ്ഞ പോലെ നമ്മളോട് ബ്ലോഗ് ഉള്ളതും എല്ലാ വെള്ളം ഈ കുട്ടികൾ വെള്ളം കുട്ടിയും ചോദിക്കുമ്പോൾ അത് വേഗം ഒഴിക്കേണ്ട ആവശ്യമുണ്ടോ? അതില് പെറ്റുന്ന നമുക്ക് പെറ്റുന്ന കാലഘട്ടത്തിൽ അവർക്ക് ചെയ്ത് കൊടുക്കുക.